ആവേശത്തിന്റെ ദിനങ്ങൾ. നെയ്യാർ നാച്ചുറൽ ഫിൽറ്റർ കോഫി, ഒരു ഹാപ്പി കോഫി. വണ്ടി ഒന്നാണ് സൈഡാക്കാൻ. എനിക്ക് അവിടെ ആളെ കാണാനുണ്ട്. അത് എത്തപ്പോ ഈ പെട്രോൾ പമ്പില്? കുറച്ചായി ഇപ്പൊ ഈ പെട്രോൾ പമ്പിൽ ഞാനിങ്ങനെ പണിക്ക് നിൽക്കുന്നുണ്ട്. ചെറിയൊരു പണി കിട്ടിയപ്പോഴേ വെറുതെ ഇങ്ങനെ കുടിയിലിരിക്കല്ലേ. അത് ഇങ്ങക്ക് ഇപ്പൊ എന്താ അതിന്റെ ആവശ്യം? ഞാനിപ്പോ ഈ പെട്രോൾ പമ്പിൽ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് 6 മാസമായി. മോനിച്ച് ഒന്നിരാണ്ടി പോകുന്നുണ്ട്. ഓനെ കൊണ്ട് ഇപ്പൊ പെരീക്ക് ഒരു കാര്യത്തിന് പറ്റണില്ല. അപ്പൊ ആ പണിക്കൊന്നും പോണില്ലേ? പെരീക്കൊന്നും കൊണ്ടുപോലേ? അതൊന്നും പറയാനാണ് കാസിമേ നല്ലത്. ഓനിപ്പോ അമ്മറിന്റെ അപ്പേ അയാളെ മൂട്ടിലിങ്ങനെ വെള്ളിയിട്ട് നടക്കുക. പെരീക്ക് എന്തേലേ എപ്പോഴേലും എത്തേലും കൊണ്ടുപോകും. ഞാൻ ഇന്നാൾ ഓനോടേ ഒരു ആശുപത്രിക്ക് പോകാൻ കുറച്ച് പൈസ കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ ഓൻ്റെ അടുത്ത് പൈസ ഇല്ല. ഞാൻ ഇവർക്ക് ചെലവിനൊക്കെ കൊണ്ടുവരുന്നില്ലേ, വേറെ എന്തിനാ ഇപ്പം നിങ്ങൾക്ക് പൈസേൻ്റെ ആവശ്യം എന്ന് എന്നോട് പറഞ്ഞു. നമുക്ക് എന്തൊക്കെ പൈസേൻ്റെ ആവശ്യം ഉണ്ടാവും എനിക്കറിയില്ലേ. എൻ്റെ മോൻ എന്നോട് പറഞ്ഞതാണ്. ഞാൻ ഓനൊക്കെ എങ്ങനെ നോക്കിക്കൊണ്ടു അറിയാം. അപ്പോൾ അറിയാണെങ്കിടാ കുറേ പറയുന്നുണ്ട് എൻ്റെ വിഷമങ്ങൾ. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് അതേറ്റാണ് ഞാൻ ചൂടുള്ള കൂട്ടുന്നത്. വിഷമിക്കല്ലേ, ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മാഷുണ്ടല്ലോ 5 ഇപ്പോഴും ഇതായിക്കൂലേ? ഓനെന്ത് സഹായിച്ചാനാ? ഓനെ കാണുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ഒരു ദിവസം ഓനും എൻ്റെ പേരക്കുട്ടി കൂടി കിട്ടി എണ്ണ അടിച്ചാൽ മതി. ഞാൻ എണ്ണ കടിച്ചിക്കാണ്ട് ആ കുട്ടി ഇപ്പപ്പാ നിന്നെ വിളിച്ചു. അപ്പം ആ കുട്ടീൻ്റെ മൂന്ന് വാട്ട് തിരിച്ചു പോന്നിട്ട് അങ്ങനെയാണ് പോയി. എണ്ണ അടിച്ചാൽ എപ്പോഴും വരും. ഞാൻ ഉണ്ടെങ്കിൽ ആ പമ്പിൻ്റെ അടുത്ത് വരില്ല, മറ്റേ കുട്ടികളുടെ അടുത്തേക്ക് പോകും. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഓൻ്റെ കാട്ടിക്കൂട്ടല്. ഇവിടുന്ന് ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ ഒഴിവിനനുസരിച്ചേ ആണ് പെരീക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാം. ആദ്യം വരുവോണ്ടി, ഞായറാഴ്ച വരുവോണ്ടി. ഞായറാഴ്ച ആണ് ഇവിടെ ലീവുള്ളത്. അപ്പോഴേ ഞാൻ കുടിയിൽ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടി എന്നോടേ ഇത് മലേഷ്യയിൽ നിന്ന് ഇപ്പം എന്നെ വന്നു എന്ന് ചോദിച്ചാൽ വിട്ടു. ഞാൻ മലേഷ്യയിൽ നിന്ന് വന്നിട്ടേ 2 ദിവസമായി. മോളെത്തി പോയതായിരുന്നു, മോണ്ട് വണ്ടിയിൽ. ഞാനവിടെ പോട്ടെട്ടാ. ആ ഞാനവിടെ തരുന്നുണ്ട് കേട്ടാ. അത് കുഴപ്പമില്ല ചേട്ടാ. ഞാനവിടെ വരുന്നുണ്ട് കേട്ടാ. ഞാൻ ഇവിടെയാണടി. ഞാനേ ഹോട്ടലിൽ കുറച്ച് സാമ്പാർ ബാക്കി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോന്നതാണ്. നല്ല സാമ്പാറാണ് ആത്താ. ഇന്ന് നാർത്താന്റെ വനിതാ ഹോട്ടൽ അടച്ചോ? അതെന്തിയേ? ഇന്ന് ആള് കുറവായിരുന്നു ആത്താ. അപ്പൊ ചോറും സാമ്പാറും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. സാമ്പാർ ഞങ്ങൾക്ക് കൊടുന്നു. ചോറാണെങ്കിൽ നാളെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവിടെ തന്നെ വെച്ചതാ. എടി അവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ അല്ല. എനിക്ക് പറ്റിയ പണി എന്തേലും ഉണ്ടാവും അവിടെ? അവിടെ എങ്ങനെ താത്ത നിങ്ങൾ വന്നിട്ട് പണിയെടുക്കുക? അവിടെ ആണെങ്കിൽ ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ പണിക്കുണ്ട്. പൂതി ഉണ്ടായിട്ടൊന്നല്ല, ഞങ്ങളവിടുത്തെ സ്ഥിതി എനിക്കറിയില്ലേ, അതുകൊണ്ട് ചോദിച്ചതാണ് ഞാൻ എന്നോട്. ഇനി അവിടെ ഇല്ലെങ്കിലും വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് വല്ല പണി ഉണ്ടാവും എനിക്കറിയോ പണിയെടുക്കാന്? താത്ത, എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടേ, പ്രസവം കഴിഞ്ഞിട്ട് പെണ്ണുങ്ങളൊക്കെ ചികിത്സിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഒരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ പോവുക അടയ്ക്കുന്നാല്? അവിടേക്കായാലും ഞാൻ പോവും. ഈ കുട്ടികളെ കുളിപ്പിച്ചാലും പെണ്ണുങ്ങളൊക്കെ കുളിപ്പിച്ചാലും അല്ലേ, അതിന് ഞാൻ പൊയ്ക്കോളാം. അമ്മേനെയും കുട്ടീനെയും കുളിപ്പിക്കാനൊക്കെ അവിടെ ആളുണ്ട്. തുണിയൊക്കെ തിരുമ്പാനാണ് ആള് വേണ്ടത്. അതിനൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് പറ്റുമോ? ദത്തടി മടിയും കുറച്ചിലൊക്കെ നോക്കി നിന്നിട്ട് ഞാൻ പൊയ്ക്കോളാം. ആ കുട്ടീനോട് പറയോണ്ടി. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ അവളോട് വിളിച്ച് പറയാം. ഒരാണെങ്കിൽ ആളില്ലാതെ ബുദ്ധിമുട്ടിയോണ്ട് നിൽക്കുകയാണ്.
ഓള് വേണമെങ്കിൽ വണ്ടിയും കൊണ്ട് വന്നോളൂ നാളെ രാവിലെ. ഇതന്നാ ഈ സാമ്പാർ എടുത്ത ചളി കേട്ടോ. ഞാൻ പോട്ടെ. അബ്ബാസേ, സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചില്ലേ? എടുത്തോ സാറേ, പോലെ നമുക്ക്. ആ ഹലോ, ഞാൻ ഇവിടുന്ന് ഇറങ്ങാണ്. നിങ്ങൾ പാർട്ടി ഓഫീസിൽ നിന്നോളി. എന്നാ ഓക്കെ. സാറേ സാറേ, അബ്ബാസേ ഒരു മിനിറ്റ് ഇട്ടാ. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ സഖാവ് കൃഷ്ണേട്ടന്റെ മോളാ. അറിയാതെ എന്താ അച്ഛൻ്റെ വിവരങ്ങള്? അച്ഛൻ അന്ന് തെങ്ങുമെന്ന് വീണന്റെ രക്ഷേ ഇപ്പൊ കിടപ്പില്ല. പുറത്തേക്കൊന്നും ഇറങ്ങാൻ വയ്യല്ലോ. എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. എന്തിപ്പോ മോള് പോന്നത്? സാറേ, എൻ്റെ മോളിപ്പോ കൊല്ലം ജില്ലയിലാണ്. അവള് പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് ഇപ്പോൾ ചെറിയൊരു കുട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും മലപ്പുറം ജില്ലയ്ക്ക് ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ എല്ലാവരോടും ചോദിച്ചു. ഒന്നും റെഡി ആയില്ല. സാറിന് എങ്ങനെയൊന്ന് ശരിയാക്കി തരാൻ പറ്റുമോ? സഖാവ് കൃഷ്ണേട്ടൻ്റെ മോള് വന്ന് പറഞ്ഞാലേ എങ്ങനെ എനിക്ക് ചെയ്തു തരാതിരിക്കാൻ പറ്റുക? ഞമ്മക്കത് നോക്കാം. സാർ എന്നാൽ പെട്ടെന്ന് നോക്കുകൊണ്ടോ, ചെയ്തെന്നാൽ വലിയൊരു ഉപകാരമായിരുന്നു. മോളപ്പോൾ എവിടുക്കാ കല്യാണം ചെയ്തേക്കണ്ടേ? മോളെ കല്യാണം കഴിച്ചത് കോട്ടക്കുന്നുമിക്കാ. അവളെ ഭർത്താവ് ഇവിടെ കൃഷി ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, മലപ്പുറത്ത് തന്നെ. മോളെ, ഞാൻ കുറച്ച് തിരക്കിലാണ്. ഇത് ആ കുട്ടിൻ്റെ പേരും അഡ്രസ്സും കംപ്ലീറ്റ് ഉള്ളിലവിടെ കൊടുക്കേ. അവിടെ പോയിക്കാണ് ചായ കുടിച്ചിട്ട് പോയാൽ മതി കേട്ടാ. പ്രസിഡന്റ്, ഈ റോഡ് ഉദ്ഘാടനത്തിന് നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത്ര ആളൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കുളത്തിന്റെ ഉദ്ഘാടനം നമുക്ക് ആളെ കൂട്ടാൻ നമുക്ക് ശിങ്കാരിമേള കൊണ്ടുവരാം. അതാവുമ്പോൾ കുലുങ്ങും, ഒന്ന് കാളാണ് കൂടും. അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇലക്ഷനാണ് വരുന്നത്. നമ്മൾ അതിനൊരു വെറൈറ്റി ഉദ്ഘാടനം ചെയ്യും. ആദ്യം നമ്മൾ നാടൻ മുറിക്കും. അത് കഴിഞ്ഞിട്ട് പ്രസിഡൻ്റായ ഞാൻ ആദ്യം കുളത്തേക്ക് എടുത്തില്ല, കൂടെ നിങ്ങളെ കുടിച്ചാൽ. പ്രസിഡന്റ് അവിടെ ആരൊക്കെ എടുക്കണം? അവിടെ ഒക്കെ എടുക്കുന്നല്ലേ? ഞാനവിടെ വീണെടുക്കാനുള്ള പൾസുണ്ട്. ഇത് മാറിയിട്ട് ആ ഫോൺ ഓണാക്കിയ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് വെള്ളം. അപ്പോൾ ഗായ്സ്, നമ്മളെ പ്രസിഡന്റ് അവശനായി കിടക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കുന്ന ദൃശ്യങ്ങളാണ് ഗായ്സ് നിങ്ങൾ കാണുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രസിഡന്റാണ് നമ്മളുടെ രാജ്യത്തിന് തന്നെ ആവശ്യമായിട്ട് ഞാൻ കാണുന്നത്. എങ്ങനെയുണ്ട് പ്രസിഡന്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. നമുക്ക് കട്ട് ചെയ്യാം. എന്തെങ്കിലും പറയൂ. ഞങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയത് അന്ന് പറഞ്ഞാളേ. ആ നല്ലാണ്. പിന്നെ എല്ലാവരും വോട്ട് ചെയ്യണം. എന്നാ ആയിക്കോട്ടെ, ഞങ്ങൾ പോട്ടട്ടാ. പ്രസിഡന്റിന്റെ കറക്റ്റ് ഇടപെടലുകൊണ്ട് ഒരാളെ ജീവനാണ് നമ്മൾ രക്ഷപ്പെടുത്തിയത്. അല്ല പ്രസിഡന്റ്, എല്ലാവർക്കും ഒരേ മരത്തിനുള്ള ചായ അല്ലേ? 3 ചായ, ഓരോ ബൂസ്റ്റ് കൊടുത്ത. അല്ല, നിങ്ങളെ വാർഡ് പ്രാവശ്യത്തെ SC സംഭരണ വാർഡാണല്ലോ. നിങ്ങൾക്ക് ഇപ്രാവശ്യം നിൽക്കാൻ പറ്റൂലല്ലേ? അതിനെ പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥി ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആരപ്പോൾ നിങ്ങൾ കണ്ടെത്തിയ സ്ഥാനാർത്ഥി? അതിനൊക്കെ ആളുണ്ട്. അതെ, അങ്ങനെയാണ് വിളിപ്പറ്റാ. ഞങ്ങൾക്ക് ചായ അടിക്കിട്ടാ. അല്ല മെമ്പറെ, പ്രസിഡന്റിനെ കണ്ടിട്ട് അവിടെ നിങ്ങൾ ഇരിക്കാഞ്ഞ്? ആ ടീം നമുക്ക് ശരിയാവില്ല. ഞാൻ അത് എങ്ങോട്ട് പോകുന്നത്? മൂപ്പര് നിന്നിരുന്ന വാർഡേ സംഭരണ വാർഡായല്ലോ. ഇപ്പൊ അവിടെ നിൽക്കാൻ പറ്റൂല. ആ വിഷമത്തിലാണ് മൂപ്പര്. എന്തിനാ മജീദാക്ക ഓനക്കഞ്ഞ് നിൽക്കണേ? 25 കൊല്ലം വെറുതെ നടക്കാനുള്ള ഓൻ ഉണ്ടാക്കിയിട്ടേ. ഉണ്ടാക്കുന്ന കാര്യത്തിലേ ഓനെ പറ്റിയിട്ടൊന്നും പറയണ്ട. ഓ നല്ല ഉണ്ടാക്കിക്കണ്. കുറിയേ, നിങ്ങളെ വാർഡ് ജനറൽ വാർഡല്ലേ? നിങ്ങൾ തന്നെയല്ലേ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണ്? പാർട്ടി പറഞ്ഞൊക്കെ ചെയ്തേക്കണേ, പക്ഷെ ഞാൻ നിൽക്കണില്ല. നിങ്ങളെ വാർഡിലേ നിന്ന് നിങ്ങൾ ജയിക്കും. പിന്നെ നിങ്ങൾ മെമ്പറാകല്ലേ? അതൊരു സുഖമുള്ള ഏർപ്പാടല്ലേ? മജീദാക്ക സംഗതി ഒരു ഇടങ്ങാറ് വെച്ച പരിപാടിയാണ്. പിന്നെ ഓനെപ്പോലെ കായുള്ളവർക്ക് ഇത് നടക്കും. അയിമക്കൂടി കായ് ഉണ്ടാക്കാം. നമ്മൾ ഈ പാവപ്പെട്ടവനൊന്നും അത് നടക്കൂലേ.
അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അല്ല ഈ പൊടി വലി ഇപ്പോൾ നിർത്തിയിട്ടില്ലേ? പൊന്നാര മനുഷ്യ അതിങ്ങനെ വലിച്ചു കയറ്റണ്ട, വലിയ മെച്ചൊന്നുമില്ല. അത് ആകെ ഒരു ദുശ്ശീലം തന്നെ ഉള്ളൂ. ഇതാണ് നിർത്താൻ കഴിച്ചിട്ടില്ലേ? അല്ല കാസിമജ്ജി എന്നെ വന്നത്? യെസ്, ഞാൻ 5-6 ദിവസമായി വന്നിട്ട്. എന്തപ്പോൾ സുഖല്ലേ? സുഖം തന്നെയാണ്, സുഖത്തിനൊന്നും ഒരു കുറവുമില്ല. അല്ല മലേഷ്യയിലെ ബിസിനസ്സൊക്കെ ഇപ്പം നല്ല നിലക്ക് നടക്കണില്ലേ? മാഷാ അല്ലാ, ഉഷാറായിട്ട് പോകുന്നുണ്ട്. 6 മാസം കൂടുമ്പോഴൊക്കെ വന്നിരുന്നല്ലോ, ഇപ്പോൾ കുറേ വെക്കിയില്ലേ? പിന്നെ ഇപ്പം 3 ഹോട്ടലുണ്ട് ഇപ്പോൾ. അപ്പോൾ 2 ഹോട്ടലേ കുട്ടികളെങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒന്നിപ്പോൾ ഞാൻ തന്നെയാണ് മാനേജ് ചെയ്യുന്നുണ്ട്. ഇട്ടേന്ന് പോരാൻ പറ്റൂല പെട്ടെന്ന്. അല്ല വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാനേ അന്നെ അവിടെ കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാണ്. പക്ഷെ എന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ ഇവിടെ ഒരു സങ്കടക്കാഴ്ച കണ്ടു. നമ്മൾ പമ്പക്ക് എണ്ണ അടിച്ചാൻ കാര്യപ്പോഴേ നമ്മൾ ആ ബീറാങ്കാക്കണ്ടല്ല കാര്യം കൊണ്ട് വെച്ചാത്ത മൂപ്പരുണ്ട് ആ പമ്പ് പണിയെടുക്കണം. മൂപ്പർക്ക് തനിക്കാൻ പറഞ്ഞ ആരോഗ്യമുള്ള മോനുണ്ടല്ലോ. പിന്നെ പോരാത്ത മൂപ്പർക്ക് 5 ഉണ്ട്. എന്താ ഈ കാരണം അവിടെ വന്ന് പണിയെടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരു എത്തും പൊടിയും കിട്ടില്ല. അപ്പോൾ ആ ചെക്ക എൻ്റെ വലിയ അങ്ങായിയാണല്ലോ. അത് ഞാൻ എന്നെ കണ്ട് ചോദിച്ചാ എന്ന് കരുതിയാണ് നിർത്തിയത്. ഓൻ്റെ നല്ല ചങ്ങായിയാണ്, അനക്കറിയില്ല. ഓ ഉമ്മർ സാറിൻ്റെ പി എ ഉള്ളു, നല്ല ലെവലിലാണോ. ഓ കാഴ്ചയിൽ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നിട്ടൊക്കെ നല്ല ബന്ധമാണെന്ന് ഞാൻ പറഞ്ഞില്ല എന്നോട്. എന്നാൽ പെരീത്തെ കാര്യമൊന്നും എനിക്കറിയില്ല കേട്ടോ യഥാർത്ഥത്തിൽ. ആ കേസ് അങ്ങനൊന്നുമല്ല. ആ ചെക്കനെ പെരീക്ക് ഒരു 10ൻ്റെ കായ്ക്ക് പറ്റൂല. ആ തന്ത എന്നെ അരുവക്ക് മാറ്റി ഇരുത്തിക്കാണ്ടേ കരഞ്ഞിക്കാണ്ടാണ് ആ വിഷമം പറഞ്ഞത്. ഇച്ചത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഇടങ്ങേറ്. അയാളെ ഒരു 5 ജലീൽ മാഷ് മൂപ്പരെ മുഖാന്തരി കാര്യം അവതരിപ്പിച്ചിട്ട് നല്ലൊരു തീരുമാനം ഇതിനെടുക്കണം. അത് ഇത് ശ്രദ്ധിക്കണം ആ കാര്യം. ഞാൻ ഒറ്റക്കല്ല, നമുക്ക് 2 ആൾക്കും കൂടി ആ ജലീൽ മാസ്റ്റർ ഉണ്ടല്ലോ, മൂപ്പർക്ക് ഞാൻ വിളിച്ചിട്ട് ഒരു ഡേറ്റ് കണ്ടാട്ടെ. എന്നിട്ട് നമുക്ക് 3 ആൾക്കും കൂടി ആ ചെക്കനും കൂട്ടിയിട്ടൊന്ന് അവിടെ ഇരിക്കാം. കയറിലാട്ടെ, നമുക്ക് അത്രയല്ല പറയാം. അൽഹംദുലില്ലാ വിജയിക്കും, അത് വിജയിക്കും. ഞാൻ പറഞ്ഞാൽ കേൾക്കും. ആയിക്കോട്ടെ, ഞാൻ പോട്ടെ. ആയിക്കോട്ടെ. എന്നാല് മാനുവോ, ഞാൻ എന്നാലേ പോകാൻ നോക്കട്ടെ. നേരം വൈകുന്നേരം ആയില്ലേ? ഇപ്പൊ നീ വൈകുന്നേരത്താപ്പിന് പോണടി, നാളെ രാവിലെ പോവാം. അല്ലടാ ഞാൻ പോട്ടെ. അളിയാക്കാക്ക് ഇന്ന് പണി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് പോന്നതാണ്. നാളെ അതിന് പണിയുണ്ട്. ഇച്ചാണെങ്കിലും നാളെ പണിയുണ്ടേനും. അപ്പൊ ഇവിടെ നിന്നാലും ശരിയാവൂല. നാളെ ചായ കുടിച്ച് കാണ്ടി ഇറ്റാൻ പോകുന്നു പോയിക്കോ. അളിയാങ്ക പണിക്ക് പോകേണ്ടത് കുഴപ്പമില്ല. ഇജ്ജിപ്പോ ഈ പണിക്ക് പോകുന്നതാ. അതെ, ഇച്ച് വലിയ തൃപ്തിയില്ല കേട്ടോ. എന്റെ മോനൊരു കുഴപ്പമില്ല, ഞാൻ പണിക്കോണീന്. പിന്നെ ഇജ്ജ് ആങ്ങളായ അനക്കാപ്പ ഉള്ളത്. അവിടെ കുറച്ചേരം ഉണ്ടാവും പണി. ആ കുട്ടികളെ സീലൊക്കെ ഒന്ന് തിരുമ്പി കൊടുത്തിക്കാണ്. ഞാൻ ഉച്ചയാകുമ്പോഴത്തേനോട് പോരും. അബ്ബാസ് പെരീത്തെ ഒരു കാര്യം നോക്കൂല. പിന്നെ ഞാൻ പണിക്കോവല്ലാതെ എത്താ കാട്ടുക? കക്കാനൊന്നല്ലല്ലോ പോണത്. ഏതായാലും എന്റെ അയൽവാസി ബിന്ദു എനിക്ക് ഏൽപ്പിച്ചെന്നൊരു പണി വല്ലാത്തൊരു പണി എന്നെ. ഇതെത്താ പണിക്കൊരു മോശം? കക്കാനും ബെർലിനൊന്നും പോകുന്നല്ലോ. ഇച്ച ആ പണി ഒരു മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അനക്കതൊരു മോശമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. എന്നാൽ എനിക്കതൊരു മോശത്തരം തന്നെയാണ്. നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനത്തെ പണിക്ക് പോയിക്കണം. ആ ബിന്ദുവിനോട് എന്നാലേ ഓലെ ഹോട്ടലിൽ വല്ല പണിക്കും നിൽക്കുകയാണെങ്കിൽ ഇത്ര മോശം ഉണ്ടായി. ഇതിപ്പോൾ ഒരു പണിക്കും വേണ്ട. അളിയാങ്ക കൊണ്ടുവരണതുകൊണ്ടേ ഉള്ള ചൂടുവെള്ളം കാച്ചി കുടിച്ച് അവിടെ ഇരുന്നോ. പിന്നെ 2 പെൻഷനും കിട്ടുന്നുണ്ടല്ലോ. പിന്നെ എന്നെ കൊണ്ട് കഴിയണം എന്താ വെച്ചാൽ ഞാൻ അതും തരാം. പിന്നെ അബ്ബാസിൻ്റെ കാര്യമില്ല, ഓനെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഓന് പെരയും വേണ്ട, ഇമ്മിയും വേണ്ട, ബാപ്പിയും വേണ്ട. നാട്ടുകാരെ എന്നാക്കാൻ നടക്കല്ലേ. ആ അമ്മറിൻ്റെ അപ്പം അങ്ങനെ വള്ളിയും പള്ളിയിട്ട് നടക്കുക. വല്ല കാര്യമുണ്ട്. അതുകൊണ്ട് കാര്യം എന്തായാലേ നമ്മളെ പഞ്ചായത്ത് വളത്തിൻ്റെ ഉദ്ഘാടനം ഒരു സംഭവമായിരുന്നു. അതൊക്കെ നമ്മളെ പ്രസിഡന്റിന്റെ ഐഡിയ ആണ്. അയാൾക്ക് ഭയങ്കര ബുദ്ധിയാണ്. എൻ്റെ മോനെ, ആ നാടൻ മുറിച്ചിട്ടുണ്ട്, പ്രസിഡന്റ് ഉണ്ട്. ആ കുളത്തേക്ക് ഒരു ചാട്ടം ചാടിയിട്ട് വെള്ളമാണ് കലങ്ങിയിട്ട് ഒന്നോട് കാണാനില്ല. അതിന്റെ പിന്നാലെ വൈസ് പ്രസിഡന്റ് സാബിറാത്ത് ഒരു ചാട്ടം ചാടിയിട്ട് അടിക്കാണ്ട് പോയിട്ട് 2 ആളെയാണ്ട് കാണുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞ ശേഷം ഒരു പൊന്തലൊന്നിന് അത്ര നേരെ ഓൽക്ക് 2 ആൾക്ക് എന്തേന്നാവും അതിന്റെ അടിയിൽ പണി. എനിക്ക് തോന്നണതേ ഓല അതിന്റെ ആയ അളക്കാൻ പോയതേ കാരണം. ഓല് ആയൊക്കെ അളക്കൽ കഴിഞ്ഞ് പ്രസിഡന്റാണ്ട് പൊന്തിയപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. എടാ പൊട്ടാ, പ്രസിഡന്റ് അല്ല ആദ്യം പൊന്തിയത്, സാബിറാത്താണ് ആദ്യം പൊന്തിയത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടാണ് പ്രസിഡന്റാണ് ആദ്യം പൊന്തിയത്. എല്ലാവരും ചെങ്ങായി സാബിറാത്തിന് പൊന്തിക്കണേ. അല്ല, പ്രസിഡന്റാണ് അതൊക്കെ പ്രസിഡന്റിനോട് ചോദിച്ചു നോക്കാം. മൂപ്പരോട് ചോദിക്കൊന്നും വേണ്ട, അത് മോശമാണ്. ഇജ്ജ് പറഞ്ഞ മാറ്റാൻ ആദ്യം പ്രസിഡന്റിനെ പൊന്തിക്കണ്ടേ. അതെ, എഡിറ്റ് ചെയ്യേ. ഇതൊരു അരമണിക്കൂർ മതി, ഇപ്പൊ റെഡി ചെയ്തേ. ഇന്നലെ എടുത്തതല്ലേ? പിന്നെ ഇതിന് മുന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നല്ല റീച്ച് 1 മില്യൺ ആണ്. അങ്ങനെ കുതിച്ചാ കയറിയാണ്. എത്ര റീച്ചായിട്ടേ കാര്യം ചെല്ലടാ. എനിക്ക് കൊല്ലം മത്സരിക്കാൻ പറ്റൂലല്ലോ. നമ്മളെ വാർഡ് SC വാർഡായില്ലേ? അല്ല,
മിഞ്ഞാന്ന് രാത്രി ആ കള്ളനെ കണ്ട സ്ഥലത്തേക്ക് ഇന്നെന്താ നിങ്ങൾ കൊണ്ടുപോയിന്ന്? ഞാൻ വന്നിന്ന് ആ വീഡിയോ എടുത്ത് നമുക്ക് റീച്ച് ആക്കണത്. ഇതെങ്ങനെ അറിഞ്ഞേ? അതെ, എൻ്റെ ഫ്രണ്ടിൻ്റെ പേരെന്ന്. അപ്പോൾ ഓൻ എന്നെ വിളിച്ചറിഞ്ഞു. അവിടെ രാത്രി വീഡിയോ എടുത്താലേ അത് രസം ഉണ്ടാവില്ല കാണാൻ, അതുകൊണ്ടാണ്. പോലടാ, എന്നാ പോവാ, കുറെ നേരം ഞങ്ങളെ കാത്തുക്കളി. അമേട്ടാ, എന്താ ബൈക്ക്? ഞാൻ ഈ തെങ്ങൊക്കെ ഒന്ന് തുറന്നേ കുറച്ച് വളമുണ്ടായിരുന്നു. ഒന്നുമല്ല, ഈ പഞ്ചായത്തിന്റെ ഉള്ളിലല്ലേ 24 മണിക്കൂറും. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് കാണാ, കർഷകരൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാച്ചിട്ട് ഇറങ്ങിയതാണ്. ഈ വെള്ളമൊക്കെ ഇട്ടുകാണ്ടേ ഈ തോട്ടത്തേക്ക് ഒന്ന് ആകെ ചളിയാവാലോ. ചളിയായ അത്ത സാമേട്ടാ, നമ്മൾക്ക് മരിച്ചാ മണ്ണുക്ക് പോകണല്ലേ. അല്ല, അവിടെ പന്നി ശല്യം ഇപ്പൊ കുറച്ച് കുറവില്ലേ? നമ്മളാ പണ്ട് വെടി വെച്ചതിന് ശേഷം. പന്നി ശല്യത്തിന് ഒരു കുറവില്ല. നിങ്ങൾ കുറെ കാലമല്ലേ വെടിയൊക്കെ തുടങ്ങിയിട്ട്. എത്ര വെടി വെച്ചിട്ടും കാലില്ല താമേട്ടാ, അതിങ്ങനെ പെറ്റു പെരുകല്ലേ. പിന്നെ ഞങ്ങൾ വേറെ കാര്യത്തിനാണ് നിങ്ങളെ കാണാൻ വന്നത്. അത് കൈക്കോട്ടോടെ വെക്കി ഇവിടെ വന്നാണ്. അതെന്താ പ്രശ്നം താമേട്ടാ? പഞ്ചായത്ത് ഇലക്ഷൻ ഇവിടെ വന്നല്ലോ. ഞാനും എൻ്റെ പെണ്ണുങ്ങളുള്ള ഇവിടെ മാറി മാറി നിൽക്കലേ. ഇക്കുറി ഞാൻ തന്നെ നിൽക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നറുക്കെടുപ്പ് കൂടി SC വാർഡായിപ്പോ. അപ്പോളേ ഇങ്ങളെ നിർത്തണം എന്നാണ് നമ്മളെ പാർട്ടിന്റെ തീരുമാനം. ഞാനോ? അതിനുള്ള പഠിപ്പും വേറൊന്നും നിൽക്കില്ല പ്രസിഡന്റെ. ഇക്ക് മണ്ണും കൈക്കോട്ടല്ലാക്ക് വേറൊന്നും അറിയില്ല. അതൊന്നും കുഴപ്പമില്ല ആമേട്ടാ, നിങ്ങൾ നിന്നാ മതി സ്ഥാനാർത്ഥിയായിട്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പ്രസിഡന്റ് നോക്കൂലേ. ഇത് ആവശ്യം പറഞ്ഞാണ്ടേ മറ്റേ പാർട്ടിക്കാരൻ്റെ അന്ത്രോന്റെ അടുത്തും വന്നു. അതിന് നിങ്ങൾ അയക്കരുതിട്ടാ, അത് നമ്മളെ പാർട്ടിക്ക് ക്ഷീണം ചെയ്യും. എന്നാലും നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞപ്പോഴേ ഇക്ക് ആകെ ബേജാറുണ്ട്. അല്ലെങ്കിൽ അതൊന്നും നമുക്ക് ശരിയാവില്ല. അതൊന്നും കുഴപ്പമില്ല താമേട്ടാ, നിങ്ങൾ നിക്കി. എന്നാ ഞാൻ ക്യാമറ നിൽക്കട്ടെ. അതൊന്നും ആവശ്യമില്ല. എന്നിട്ട് മാറിക്കടാ, ബാഗിക്ക്. വാർഡ് ജനങ്ങളെ, താമേട്ടനെ പറ്റി ഞാൻ കൂടുതൽ നിങ്ങളെ വിവരിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ പറയണേ, എൻ്റെ കയ്യിൽ നിന്ന് 2 വട്ടം മിശ്ര കർഷകനുള്ള അവാർഡ് വാങ്ങിയ വ്യക്തിയാണ് മൂപ്പര്. അത് മാത്രമല്ല, താമേട്ടൻ കൃഷി ചെയ്തുണ്ടാക്കണ പൂളിയും ചെയ്യുമ്പോൾ അത് വിളവെടുക്കാനാവുമ്പോൾ അവിടെയുള്ള എലികളൊക്കെ മൂപ്പര് കൂട് വെച്ച് പിടിച്ചിട്ട് അടുത്തുള്ള പറമ്പ് കൊണ്ടുപോയി വിടും. അത് എന്തുകൊണ്ടാണ് അറിയങ്ങൾ? ആറ്റുകൾക്ക് ഭക്ഷണം ഉണ്ടാവില്ല എന്ന് തോന്നിയിട്ടാണ്. അത്രക്ക് ജന്തുസ്നേഹിയായ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി അദ്ദേഹമാണ് ഈ വാർഡിലെ അടുത്ത സ്ഥാനാർത്ഥിയായി ഞാൻ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇത് കണ്ട നമ്മുടെ വ്യൂവേഴ്സിനോട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ബൈ ബൈ. ജലീൽ മാഷേ, ഞാൻ നിങ്ങൾക്ക് ഫോൺ ചെയ്തപ്പോൾ കാര്യങ്ങൾ പറയാതിരുന്നത് അത് ഇവരെ കൂട്ടിയിരുന്ന് സംസാരിക്കേണ്ട വിഷയമായതുകൊണ്ടാണ്. അത് സംസാരിക്കാനാണ് ഇപ്പോൾ ഞങ്ങളിവിടെ വന്നത്. കേസി, എന്താണ് പ്രശ്നം? നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. കോളേജുമായിട്ടുള്ളേ ഒരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി പോയതായിരുന്നു. കാര്യങ്ങൾ എന്താ നിങ്ങൾ സംസാരിക്കും, ഞാൻ കേൾക്കാം. ഒന്നുമല്ല, ഞങ്ങളെ ജ്യേഷ്ഠൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ ഉപ്പാൻ്റെ. മാഷേ, ഇതിപ്പോൾ എന്താന്ന് വെച്ചാലേ, ഇത് ഞാനൊരു സംഗതി കണ്ടു. അപ്പം ആ കാര്യം ഞാൻ മൂപ്പർ ശ്രദ്ധയിൽപ്പെടുത്തി. അങ്ങനെയാണ് ഇപ്പോൾ ഈ വരവിൻ്റെ ഉദ്ദേശം ഉണ്ടായത്. അപ്പോൾ ജ്യേഷ്ഠൻ്റെ മകനും വിളിച്ചു. സംഭവം എന്താ അറിയോ, ഞാനിപ്പോൾ 2 ദിവസം മുമ്പ് നമ്മളിവിടെ ഉള്ള ആ പമ്പുണ്ടല്ലോ, അവിടെ എണ്ണ അടിക്കാൻ വേണ്ടി കയറി. അപ്പം അവിടെ ഉണ്ട് മൂപ്പരെ എനിക്ക് കണ്ടാൽ അറിയാലോ, ബീരാക്കാൻ അടിച്ചു വരുന്നു, ഇങ്ങനെ ചില പണികളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കി മൂപ്പർ എന്നെ മനസ്സിലാക്കി. മൂപ്പരിൻ്റെ കൈ പിടിച്ചുകൊണ്ടേക്കാണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് എനിക്ക് വല്ലാത്തൊരു മനസ്സിക്കെതിരെ ഒരു വിഷമം. കാരണം എന്താ അറിയോ, കരിനുണ്ട് മൂപ്പർ. അതിൻ്റെ നിജസ് അറിയാൻ വേണ്ടിയിട്ട് കേസിനും കൂട്ടി വന്നതാണ്. ആ കാരണവര് പെട്രോൾ പമ്പിൽ ജോലി ചെയ്യണ കാര്യം പോയി പറയണ്ടേ. ഞാൻ എണ്ണ അടിക്കാൻ പോകുമ്പോഴേ എന്നും കാണണ്ടല്ലേ. അതിപ്പോ എന്താ അധ്വാനിച്ച് ജീവിക്കല്ലേ, അതിനെന്താ പ്രശ്നം? മാഷേ, പറയുന്നോട് തെറ്റിദ്ധരിക്കരുത്. കാരണം നിങ്ങളത്ര വിദ്യാഭ്യാസവും സാമൂഹ്യ സാംസ്കാരികമായിട്ടൊന്നും എനിക്ക് കൂടുതൽ അറിവില്ല. പക്ഷെ നമുക്ക് ഈ ചില നാട്ടു നടപ്പുണ്ടല്ലോ, ആ നിലക്ക് പറയാണ്. എൻ്റെ അറിവിൽ നിങ്ങളെ വാപ്പ മരിച്ചിട്ട് നിങ്ങളെ പഠിപ്പിച്ച് വലുതാക്കി ഒരു ഉത്തരവാദിത്തമുള്ള ജോലിയൊക്കെ ആക്കി തന്നത് നല്ലൊരു പങ്ക് കാക്കാക്കുണ്ട്. നാട്ടുകാർ നിലക്ക് ഞങ്ങൾക്കൊക്കെ അത് ശരിക്കും അറിയാം. അപ്പം ആ ഒരു സംഭവം വെച്ചാൽ ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ഇത്രയും സെറ്റപ്പിൽ നടക്കുമ്പോൾ കാക്ക ഒരിക്കലും ആ പമ്പിൽ
ജോലി ചെയ്യുന്ന കാര്യത്തിൽ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് ഇന്നെപ്പോലൊക്കെ ഒരാൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്കില്ലെങ്കിൽ അതെന്താ കാരണം എനിക്കറിയില്ല, പക്ഷെ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാസിമാക്ക, ഇപ്പാക്ക് വീട്ടിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ കൊണ്ടേ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം പണിക്കൊണ്ടിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പിടിച്ച് കെട്ടിടാനൊന്നും പറ്റില്ലല്ലോ. കെട്ടിട്ടാ പറയും ബാപ്പാനെ ഓൻ കെട്ടിട്ടു. അബ്ബാസേ, എനിക്ക് ശരിക്കും എൻ്റെ മകൻ്റെ പ്രായമുള്ളൂ. ഈ സംഗതി പറഞ്ഞല്ലോ, ഞാൻ സാധനമൊക്കെ കൊണ്ടുപോയി കൊടുക്കലുണ്ടെന്ന്. എപ്പോഴും കുറച്ച് പച്ചക്കറി കൊണ്ടുപോയി കൊടുത്തു, അല്ലെങ്കിൽ കുറച്ച് അരി കൊണ്ടുപോയി കൊടുത്തു, അല്ലെങ്കിൽ 10-50 രൂപ മീൻ കൊണ്ടുപോയി കൊടുത്തു. അതൊന്നുമല്ല. വാപ്പയാണെങ്കിലും പിന്നെ ഇനിയിപ്പോൾ വേറെ ആരായാലും ഒരു മനുഷ്യനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പുറത്തിറങ്ങുമ്പോൾ കുറേശ്ശൊക്കെ ഒരു ചിലവുണ്ടാവും. ചിലപ്പോൾ ചങ്ങായിമാർ കൂടി ചായ കുടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിന് എന്നോട് ഒരു ദിവസം പൈസ ചോദിച്ചു എന്ന് പറഞ്ഞു. ഇതെൻ്റെ കയ്യിലില്ല, ഞാൻ പെരീക്ക് നിങ്ങൾക്ക് ആവശ്യം സാധനമൊക്കെ കൊണ്ടുവന്നില്ല, തട്ടിക്കേറി എന്നുള്ള വാക്ക് മൂപ്പരെ നാമെന്ന് വന്നു. അത് ശരിയാണോ? പാപ്പ പൈസ ഒക്കെ ചോദിച്ചിരുന്നു, ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. കൊടുക്കേണ്ട ആവശ്യം എന്താണ്? എല്ലാ കാര്യങ്ങളും അവിടെ പെരയിൽ നടക്കുന്നുണ്ട്. ഇപ്പാക്ക് പൈസൻ്റെ ഒരാവശ്യമില്ല. പിന്നെ ഇപ്പാക്കും ഉമ്മാക്കും ഞാൻ ഈ വെള്ളിയാക്കിട്ട് നടക്കേണ്ടത് ഒരു മോശമായിട്ട് തോന്നുന്നു. ഞാൻ ഒരു സെറ്റപ്പിലാണ് നടക്കേണ്ടത്, അതേമാതിരി ഇപ്പം ഇമ്മ ആകണില്ല. അതാണ് ഇന്ത്യൻ പ്രശ്നം. പിന്നെ അതുമല്ല, ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, കുടുംബ ബാധ്യതകളൊന്നും എനിക്കില്ല. കല്യാണം കഴിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ കുടുംബ ബാധ്യത. അന്നേ വലിയ പ്രതീക്ഷയിലാണ് ബീരാങ്ക ബാധിക്കുന്നത്. എനിക്കറിയാം, ഒരാൺകുട്ടിയുള്ളൂ. അന്ന് ശരിക്കും പ്രയാസം അറിയാതെ വളർത്തിയ കാരണത്താലാണ് ഇജിപ്പ ആ ചോദ്യം ചോദിച്ചത്. ഒരു വാപ്പാനോട് ഉമ്മാനോടൊക്കെ മക്കൾക്കുള്ള ബാധ്യത എന്താണെന്ന് എനിക്കറിയാം. ഒന്നാമത് അത് ഇത്രയും പൊതുപ്രവർത്തനം നടത്തുമ്പോഴെങ്കിലും മനസ്സിലാക്കിയില്ല എന്നാണ് വല്ലാത്തൊരു അത്ഭുതം. അങ്ങനല്ല, അവനാൻ്റെ വാപ്പ ഇത് എത്ര സെറ്റപ്പിൽ ചായാലും അവനാൻ്റെ വാപ്പ ആരാൻ്റെ പണിക്ക് മിറ്റടിച്ചിൻ്റെയും തൊടടിച്ചിൻ്റെ കോലം ഇതൊന്ന് ആലോചിച്ചൊക്കെ മനസ്സിൽ കുറച്ചൊരു മനസ്സിക്കൊരു വിഷമമുള്ളൊരു മക്കൾ ഒരിക്കലും സമ്മതിക്കില്ല. ഞങ്ങൾ സമ്മതിക്കില്ല. എൻ്റെ വാപ്പ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ഞാനേ ആ നേരം ഗൾഫ് നിർത്തി നാട്ടിൽ വരും, എൻ്റെ വാപ്പാൻ്റെ ഒപ്പം നിൽക്കും, എൻ്റെ പണി ഒഴിവായിക്കാണ്ട്. അത് മനസ്സിലാക്കിയാൽ മതി. അബ്ബാസേ, ഇവിടെ എന്നാ എന്നോടൊരു കാര്യം. അബ്ബാസേ, ഇജ്ജെന്താ ഈ സദസ്സിൽ കഥയില്ലാത്ത വർത്താനം പറയുന്നത്? അതെന്താണ് ചേച്ചി? ഇജ്ജെൻ്റെ ഭാവിനെ കുറിച്ച് ചിന്തിക്കണ്ട. ഇജ്ജൊരു യുവ നേതാവാണ്. അടുത്ത പ്രാവശ്യം ബ്ലോക്കൊക്കെ അന്നെയാണ് സ്ഥാനാർത്ഥിയായി പാർട്ടി കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെയെങ്കിലും ലീക്കായിട്ട് ഇതൊന്നുമല്ല സ്ഥിതി. ആകെ അറിയും, നാറും ചോദിച്ചു. പിന്നെ എന്താ കൊണ്ട് കാര്യമില്ല. ഞാൻ പറയണ കാര്യം ഞാൻ സമ്മതിച്ചാളാ. അതിനനുസരിച്ചൊരു തീരുമാനം അവിടെ എടുക്കുക. ഈ എതിർത്തൊന്നുകൊണ്ട് പറയും ചെയ്യും. കാസിമേ, ഇവൻ്റെ ആ കാര്യമൊക്കെ ഞാൻ ഏറ്റെടുത്തോളൂ. ഇവൻ മാസം ഉമ്മാക്കും ബാപ്പാക്കും ഒരു സംഖ്യ കൊടുക്കും. ബാപ്പ ഇനി പണിക്കും പോകണ്ട. ആ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. അൽഹംദുലില്ലാ, അങ്ങനെയാണെങ്കിൽ ഹൈറ്. പിന്നെ ജലീൽമാഷേ, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്കും ഒരു നല്ല ബാധ്യത ഉണ്ടല്ലോ, ജ്യേഷ്ഠനല്ലേ. അപ്പം നിങ്ങൾ മാസം കുഴപ്പമില്ലാത്ത സംഖ്യ കാക്കാൻ്റെ കയ്യിൽ കൊടുക്കണം. മൂപ്പർ പണിക്ക് പോകാത്ത ലെവലിലാണ് ഇനി ഇവിടുന്നാണ്ട് മുന്നോട്ട് പോകേണ്ടത്. പൊന്നാര മക്കളെ, ഇതേമാതിരി കുറേ ആൾക്കാർ നമ്മളെ സമൂഹത്തിലുണ്ട്. വെള്ളിയും ഇട്ടുകാണ്ടേ രാഷ്ട്രീയം കളിച്ച് നടക്കുക. ഓല ആദ്യമായി പെരീക്കുള്ള കാര്യങ്ങൾ നോക്കി എന്നിട്ട് നാട്ടിലെ കാര്യങ്ങൾ നോക്കാം. ഇങ്ങനത്തെ കുറേ ആൾക്കാർ എന്താ ചെയ്തിട്ടുണ്ട് അറിയോ? പെരിയിലൊന്നും ശ്രദ്ധിക്കണില്ല, നാട് നന്നാക്കാൻ നടക്കുകയാണ്. സ്വന്തം ബാപ്പാനെയും ഉമ്മാനെയും നോക്കാതെ നാട് നന്നാക്കിയിട്ടൊന്നും കാര്യമില്ല. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ആദ്യം നോക്കി. അതാണ് ഈ ബീരങ്കാക്ക നിങ്ങളോട് പറയാനുള്ളൂ.